ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 75 ഹോട്ട് ടോപ്പിക്സിന്റെ 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡേ 1 മുതൽ ഡേ 6 വരെയുള്ള ഞാനൊന്ന് പിൻ ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഈ 6 ദിവസത്തെ നിങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ PSCക്ക് വേണ്ടി പഠിക്കുന്ന ഒരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ട്രാക്കിലേക്ക് വരാനായിട്ട് പെട്ടെന്ന് പറ്റും. അതേപോലെ തന്നെ മാർക്ക് ഏതൊരു എക്സാം എഴുതി കഴിയുമ്പോഴും അതിൻ്റെ അകത്തൊരു 60 to 65 മാർക്കിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ എക്കണോമിക്സും ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ നോൺ ഗ്രാമർ പാർട്സുമാണ്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ മൊത്തമായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇത് 35 20 25 മിനിറ്റ് ഒക്കെ വച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് കുറേ റീച്ച് കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോലിക്ക് കയറണമെന്നുള്ള അതിയായുള്ള ആഗ്രഹം കൊണ്ടും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് എപ്പോഴാണോ ആവുന്നത് അതുവരെയാണ് നമ്മൾ ഒരു വീഡിയോ നമ്മൾ എടുത്തു പോകുന്നത്. അതും ഒത്തിരി തവണ റിപ്പീറ്റ് അടിച്ച് സെറ്റ് ചെയ്താണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, എക്കണോമിക്സിലേക്ക് പോകും. പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പഠിക്കാനായിട്ട് വെച്ചിട്ട് 3 കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത നോൺ ഗ്രാമർ സെക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. നമുക്കറിയാം, മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയർലൻഡിൽ നിന്നാണ്. ഒത്തിരി തവണ ബേസ് ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതർവൈസ് നോൺ as ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, ഇത് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നതെന്ന് PSC ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അത് അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സ്പെയിനാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിനിൽ നിന്നാണ്. ഓക്കെ, ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. സ്പെയിൻ. ഓക്കെ, മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണെങ്കിൽ അത് അയർലൻഡ് ആണ്. സ്പെയിനിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ അത് തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ അത് തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഭാഗത്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 36 മുതൽ 51 വരെയാണ് ഏത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ 36 to 51. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം 4. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റിയാണ്. ഇനി നമ്മൾ പറഞ്ഞു മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണോ മക്കളെ, ഉറപ്പായിട്ടും ഓർത്തു വച്ചോ. ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്, ലോകത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ്. ഓക്കെ, ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന
അടിസ്ഥാന തത്വങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഭരണനിർവഹണത്തിനും അതേപോലെ തന്നെ നിയമനിർമ്മാണത്തിനും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ന്യായവാദത്തിന് അർഹമല്ലാത്ത ഭാഗങ്ങളാണ്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ന്യായവാദത്തിന് അർഹമല്ലാത്ത ഭാഗമാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, കോടതി പോയി പരാതിപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ വേണ്ടിയാണ് ഒരു ഇന്ത്യൻ പൗരന് എന്ത് ചെയ്യാൻ പറ്റും, കോടതിയെ സമീപിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് സംരക്ഷിക്കാൻ വേണ്ടി കോടതിയുടെ അടുത്ത് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. പക്ഷേ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, നമുക്ക് കോടതിയുടെ അടുത്ത് പോകാനായിട്ട് പറ്റും. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ, ഓക്കെ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗം 4 ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാഗം 4. മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണ്. വിശക്കുന്നവനെ കൂട്ടാനും നാണം മറയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാസ് കെട്ട് ആയിരിക്കുമെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഓർത്തു വെച്ചോ, ഉറപ്പായിട്ടും ചോദിക്കാം. കാരണം എന്താണ്, നിലവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. SCRTയിൽ കിടക്കുന്ന ബോക്സിൽ വരുന്ന സാധനമാണിത്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കറും അതേപോലെ തന്നെ വിശക്കുന്നവനെ കൂട്ടാനും നാണം മറയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാസ് കെട്ട് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. നീതീകരിക്കാനാകുന്നതും നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ 2 വിഭാഗങ്ങളാക്കി വിഭജിക്കാമെന്ന് ശുപാർശ ചെയ്ത വ്യക്തിയാണ് BN റാവു എന്ന് പറയുന്നത്. അപ്പോൾ BN റാവു നീതീകരിക്കാനാകുന്നതും എന്നാൽ നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ 2 വിഭാഗങ്ങളാക്കി വിഭജിക്കാമെന്ന് ശുപാർശ ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത് BN റാവു. എന്താണ് ക്ഷേമരാഷ്ട്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ഷേമരാഷ്ട്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ഷേമരാഷ്ട്രം? അതായത് എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി ജനങ്ങൾക്ക് എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജന ആരോഗ്യം എന്നിവ ക്ഷേമരാഷ്ട്രം നമുക്ക് ഉറപ്പുവരുത്തുന്നു. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ചോദ്യമാണ്. ഡിഗ്രി ലെവൽ മുതൽ ഇങ്ങ് LGS വരെ ചോദിച്ച ചോദ്യമാണ്. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ല ഓസ്റ്റിൻ. 1 മാർക്കാണ്, ഓർത്തു വച്ചോ മക്കളെ. മാർഗനിർദ്ദേശക തത്വങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, രണ്ടാമത്തെ എന്താ ചോദിച്ചാൽ ലിബറൽ ആശയങ്ങൾ,
മൂന്നാമത്തെ ഗാന്ധിയൻ ആശയങ്ങൾ. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, രണ്ട് ലിബറൽ ആശയങ്ങൾ, മൂന്ന് ഗാന്ധിയൻ ആശയങ്ങൾ. രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, അപ്പോൾ രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ മാർഗനിർദ്ദേശക തത്വങ്ങളെയാണ് നമ്മൾ ഓപ്പറേറ്റീവ് ഭാഗം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ സവിശേഷതകളാണ്: നയങ്ങൾ രൂപീകരിക്കുമ്പോഴും നിയമങ്ങൾ നിർമ്മിക്കുമ്പോഴും സംസ്ഥാനങ്ങൾ കൈക്കൊള്ളേണ്ട ആദർശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി നിർദ്ദേശക തത്വങ്ങൾക്ക് സാദൃശ്യമുണ്ട്. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനയിൽ വന്നൊരു ചോദ്യമാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി നിർദ്ദേശക തത്വങ്ങൾക്ക് സാദൃശ്യമുണ്ട്. നിർദ്ദേശക തത്വങ്ങളും ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനും തമ്മിൽ പ്രകടമായ വ്യത്യാസമില്ല എന്നാണ് BR അംബേദ്കർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ BR അംബേദ്കർ പറഞ്ഞത് നിർദ്ദേശക തത്വങ്ങളും അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനും തമ്മിൽ പ്രകടമായ വ്യത്യാസമൊന്നുമില്ല, ഇവ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് BR അംബേദ്കർ ആണ്. ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന് ആവശ്യമായ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പ്രവർത്തനക്രമത്തിന്റെ വിശദാംശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന് ആവശ്യമായ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങളാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോളനികളിലെ ഗവർണർമാർക്കായി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പുറപ്പെടുവിച്ചതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ അത് ഓർത്തു വെച്ചോ. അതായത് എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോളനികളിലെ ഗവർണർമാർക്കായി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പുറപ്പെടുവിച്ചതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ ആമുഖത്തിൽ വിവരിച്ചിരിക്കുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളിലൂടെയുള്ള ക്ഷേമരാഷ്ട്ര രൂപീകരണമാണ് ഈ തത്വങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കേണ്ടത്, അല്ലാതെ കൊളോണിയൽ സ്വഭാവമുള്ള പോലീസ് സ്റ്റേറ്റുകളല്ല എന്നാണ് പറയുന്നത്. രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവും ജനാധിപത്യവും സ്ഥാപിക്കാനാണ് നിർദ്ദേശക തത്വങ്ങൾ ലക്ഷ്യമിടുന്നത്. നിയമവ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ കോളനി മാർഗനിർദ്ദേശക തത്വങ്ങൾ പരിഗണിക്കാറുണ്ട്. അതുപോലെ കോടതി വിധികളെ നിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സ്വാധീനിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി SCRT ഫാക്റ്റില് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കിയവയാണ് ജന്മിത്ത നിരോധന നിയമങ്ങൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം, നിരവധി ഫാക്ടറി നിയമങ്ങൾ, മിനിമം കൂലി നിശ്ചയിക്കൽ, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഉന്നമനത്തിനുള്ള സംവരണം, രാജ്യമൊട്ടാകെ പഞ്ചായത്ത് രാജ് സ്ഥാപിക്കാനുള്ള രൂപീകരണം, അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ജോലി ചെയ്യാനുള്ള അവകാശം, ഉച്ചഭക്ഷണ പദ്ധതി, ഇതൊക്കെ നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് എല്ലാം. അപ്പോൾ താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ കാര്യങ്ങൾ ഉൾപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വച്ചേക്കുക. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിളുകൾ നമ്മൾ പറഞ്ഞു. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 4 വരുന്നത്. ആർട്ടിക്കിൾ എവിടെ മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുപോയി. ഇനി ഈ പറയുന്ന 36 മുതൽ നമുക്ക് 51 വരെയുള്ള ആർട്ടിക്കിളുകൾ എന്തൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഈ ആർട്ടിക്കിളുകൾ പറയുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. PSC ചോദിക്കാറുണ്ട് ഈ ഒരു കാര്യങ്ങൾ. ആർട്ടിക്കിൾ 36 സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനത്തെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 36. സ്റ്റേറ്റിന്റെ നിർവചനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 37 എന്താണെന്ന് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. രാഷ്ട്ര നിയമനിർമ്മാണം നടത്തുമ്പോൾ നിർദ്ദേശക തത്വങ്ങളെ പരിഗണിക്കാവുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 37 പറയുന്നത്. ആർട്ടിക്കിൾ 38 എന്താണെന്ന് ചോദിച്ചാൽ ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതിയെ രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ്. ആർട്ടിക്കിൾ 39
എല്ലാ പൗരന്മാർക്കും ഒരേപോലെ മതിയായ ഉപജീവനോപായങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 39 പറയാറുള്ളത്. ഇതിന്റെ സബായിട്ടുള്ള ആർട്ടിക്കിളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ പൗരന്മാർക്കും ഒരേപോലെയുള്ള മതിയായ ഉപജീവനോപായങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് 39A ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു ഭാഗത്ത് 30 to 35 അല്ലെങ്കിൽ 39 വരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതാണ്. അതേപോലെ തന്നെ സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതുനന്മയ്ക്ക് ഉപകരിക്കും വിധം നീതിപൂർവം വിതരണം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞത് 39B ആണ്. സാമ്പത്തിക വ്യവസ്ഥിതിയുടെ പ്രവർത്തനം പൊതുഹാനിക്കിടയാക്കത്തക്കവണ്ണം സ്വത്തിന്റെയും ഉൽപാദന ഉപാധികളുടെയും കേന്ദ്രീകരണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് 39C ആണ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ പ്രവർത്തനം പൊതുഹാനിക്കിടയാക്കത്തക്കവണ്ണം സ്വത്തിന്റെയും ഉൽപാദന ഉപാധികളുടെയും കേന്ദ്രീകരണം ഉണ്ടാകാതിരിക്കുക എന്നതാണ് 39C. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചെങ്ങനെയാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം ഏതാണ് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 39D ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39D ആണ്. തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും അമിത ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് 39E ആണ്. കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് 39F ആണ്. ഇതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കുട്ടികളുടെ ആരോഗ്യകരമായ എന്താണ് സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുക 39F ആണ്. ഇനി ആർട്ടിക്കിൾ 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഒത്തിരി തവണ ചോദിച്ചേക്കണ ചോദ്യമാണോ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാന്ന് ചോദിക്കാറുണ്ട്. അതാണ് 39A എന്ന് പറയുന്നത്. സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് അർഹരായ വ്യക്തികളാണ് സ്ത്രീകളും കുട്ടികളും, അതേപോലെ SC/ST വിഭാഗത്തിലെ അംഗങ്ങൾ, വ്യവസായ തൊഴിലാളി, ബഹുജന ദുരന്തം, അക്രമം, വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം, വ്യാവസായിക ദുരന്തം എന്നിവയുടെ ഇരകൾ, അതേപോലെ വികലാംഗർ, കസ്റ്റഡിയിലുള്ള വ്യക്തികൾ, അതേപോലെ 1,00,000 താഴെ വാർഷിക വരുമാനമുള്ള വ്യക്തികൾ, മനുഷ്യക്കടത്തിന്റെ ഇരകൾ, യാചകർ. ഇവർക്കൊക്കെയാണ് എന്ത് തുല്യനീതിക്ക് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അപ്പോൾ അങ്ങനെ സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് അർഹരായ വ്യക്തികളാണ് ഈ പറയുന്ന ആളുകൾ. ഇനി ആർട്ടിക്കിൾ 40 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ് ആർട്ടിക്കിൾ 40. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ അതാണ് എന്ത് ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. അടുത്തത് ആർട്ടിക്കിൾ 41 ആണ്. തൊഴിലില്ലായ്മ, രോഗം, പ്രായാധിക്യം, അംഗവൈകല്യം, ദാരിദ്ര്യം തുടങ്ങിയ ചുറ്റുപാടുകളിൽ പൊതുസഹായം ഉറപ്പുവരുത്തുക. തൊഴിലില്ലായ്മ വേതനം, പെൻഷൻ പദ്ധതികൾ ഇവയൊക്കെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ വേതനം, പെൻഷൻ പദ്ധതികൾ ഇതൊക്കെ ആർട്ടിക്കിൾ 41 ആണ്. ഇനി ആർട്ടിക്കിൾ 42 നീതിപൂർവം മനുഷ്യോചിതപരമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, അതേപോലെ തന്നെ പ്രസവാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഏതാ ആർട്ടിക്കിൾ 42 ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 42 എന്താ പറയുന്നത്? നീതിപൂർവവും മനുഷ്യോചിതപരമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, അതേപോലെ തന്നെ പ്രസവാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 43 എന്താണ്? തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം, അതേപോലെ തന്നെ കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം. ഇതാണ് ആർട്ടിക്കിൾ 43 പറയുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം, അതേപോലെ തന്നെ എന്താണ് കുടിൽ വ്യവസായങ്ങളിൽ പ്രോത്സാഹനമാണ് 43. ആർട്ടിക്കിൾ 43A വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. എന്താണ്? വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തമാണ് ആർട്ടിക്കിൾ 43A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 43B സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെ കുറിച്ചാണ് 43B പറയുന്നത്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്.
ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ നിയമനം, അതായത് ഏകീകൃത സിവിൽ കോഡുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാകുന്ന സിവിൽ നിയമങ്ങളാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ഓർത്തു വെച്ചോ, ഉറപ്പായിട്ടും ചോദിക്കാം. അടുത്തത് ആർട്ടിക്കിൾ 45 ഇമ്പോർട്ടൻ്റ് ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അപ്പോൾ ആർട്ടിക്കിൾ 45 എന്താ? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 45. ഇനി 46 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ് എന്തിൻ്റെ അകത്ത് പറയുന്ന ആർട്ടിക്കിൾ 46 പറയുന്നത്. അവരെ ഉപരിവർഗത്തിന്റെ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 44 എന്താണ് പറയുന്നത്? 46 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുക, അവരെ ഉപരിവർഗത്തിന്റെ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക. അതാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 47 ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം സംബന്ധിക്കുന്ന അനുച്ഛേദം. അപ്പോൾ പൊതുജനങ്ങളുടെ ആരോഗ്യം, പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം സംബന്ധിക്കുന്ന അനുച്ഛേദമാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 47. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഒരു പോയിന്റാണ് മക്കളെ. അതായത് മദ്യനിരോധനം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ താഴെ പറയുന്നവയിൽ ഏതാണ്? മദ്യനിരോധനം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 47 ആണ്. രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രൂപീകരണം മുതൽ എന്താണ് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓക്കെ, അടുത്താണ് ആർട്ടിക്കിൾ 48 ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവധ നിരോധനം. ഗോവധ നിരോധനം, കൃഷിയും മൃഗസംരക്ഷണവും ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 47 എന്ന് പറയുന്നത് മദ്യമാണ്. 48 എന്ന് പറയുന്നത് എന്താണ്? എന്താണ് മദ്യത്തിന്റെ കൂടെ ബീഫ് കഴിച്ചു എന്ന ടച്ചിങ്സിന് വേണ്ടിയിട്ടെന്ന് ഓർത്താൽ മതി. അപ്പോൾ 47 എന്താണ്? മദ്യം. 48 എന്ന് പറയുന്നത് എന്താണ്? ഗോവധം. ഓക്കെ, ഇനി 48A എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗ സംരക്ഷണ പരിസ്ഥിതി. അതായത് എന്താണ്? വനം, വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി, ഇവയാണ് ആർട്ടിക്കിൾ 48A. ഇവയുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ വനം, വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 48A. വനം, വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം. ആർട്ടിക്കിൾ 49 ചരിത്ര സ്മാരകങ്ങളുടെ ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണം. അപ്പോൾ ചരിത്ര സ്മാരകങ്ങളുടെ അതേപോലെ ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 50 എന്താണെന്ന് ചോദിച്ചാൽ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ 50. അപ്പോൾ 50-50 എന്ന് ഓർത്താൽ മതി. പകുതി നീതിന്യായവും അതേപോലെ തന്നെ പകുതി എന്ന് പറയുന്നത് കാര്യനിർവഹണവും. അപ്പോൾ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 50. ഒത്തിരി തവണ PSC ചോദിച്ചേക്കണെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണ് എന്ന് പറയുന്നതാണ് 51A. രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും ബഹുമാന്യവുമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണെന്ന് പറയുന്നത് 51B ആണ്. സംഘടിത ജനതകൾ പരസ്പരമുള്ള ഇടപാടുകൾ അന്താരാഷ്ട്ര നിയമത്തോട് ആദരവ് പുലർത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണെന്ന് പറയുന്നത് 51C ആണ്. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രയത്നിക്കേണ്ടതാണെന്ന് പറയുന്നതാണ് 51D എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും ഓർത്താൽ മതി. എന്താണ്?
ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രയത്നിക്കേണ്ടതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും ഉറപ്പാക്കുക, അതാണ് 51 എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ബാക്കി എല്ലാ പോയിന്റ്സും നമുക്ക് എന്താണ് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആർട്ടിക്കിളിൽ മെയിൻ ആയിട്ട് പറയുന്നത്. 36 to 51 വരെയുള്ള ആർട്ടിക്കിളുകളാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് 36 to 51 ആണ്. മക്കളെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തിലാണ് വന്നിരിക്കുന്നത്, ഭാഗം 4-ലാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ഓടിച്ചു പറയാം. അതായത് 36 ആർട്ടിക്കിൾ 36 സ്റ്റേറ്റിന്റെ നിർവചനത്തെ കുറിച്ച് പറയുന്നു. 37 നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നതാണ്. 38 ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥയെ രാഷ്ട്രം ഉറപ്പു വരുത്തേണ്ടതാണെന്ന് പറയുന്നു. 39 ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 39D ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്, ഒത്തിരി തവണ ഓർത്തു വെച്ച ഒരു മാർക്കാണ്. അതേപോലെ കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുന്നത് 39F ആണ്. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 39A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 40 എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ ചോദിച്ചതാണ്, പഞ്ചായത്തുകളുടെ രൂപീകരണമാണ് 40. 41 തൊഴിലില്ലായ്മ വേതനം പെൻഷൻ പദ്ധതികൾ എന്നിവയെ കുറിച്ചാണ് 41. 42 എന്ന് പറയുന്നത് എന്താണ്, നീതിപൂർവവും മനുഷ്യോചിതപരവുമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവ ആനുകൂല്യങ്ങളാണ് ആർട്ടിക്കിൾ 42. ഓക്കെ, 43 വ്യവസായ സംരംഭത്തിൽ തൊഴിലാളികൾക്ക് പങ്കാളിത്തം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാന്ന് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാകുന്ന സിവിൽ നിയമങ്ങളാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 45 എന്തായിരുന്നു, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും അതേപോലെ തന്നെ വിദ്യാഭ്യാസവും അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. ഇനി ആർട്ടിക്കിൾ 47 പൊതുജനാരോഗ്യം അതേപോലെ തന്നെ എന്താണ്, പോഷക നിലവാരം, ജീവിത നിലവാരം. പക്ഷെ ചോദിക്കുന്ന എപ്പോഴും ഏതാ, മദ്യനിരോധനം ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ 47 മദ്യനിരോധനം. 48 ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നു. ഇനി 49 ചരിത്ര സ്മാരകങ്ങളുടെ ദേശീയ പ്രസ്ഥാനമുള്ള വസ്തുക്കളെ കുറിച്ച് പറയുന്നു. 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നു. 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത നിർദ്ദേശക തത്വങ്ങൾ, വിശേഷണങ്ങളും വിമർശനങ്ങളും. ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാൻ ആകുന്ന ചെക്ക് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ KT ഷായാണ്. നിർദ്ദേശക തത്വങ്ങളെ ഒരു ബാങ്കിന്റെ സൗകര്യ അനുസരണം നൽകാൻ ആകുന്ന ചെക്ക് എന്ന് പറഞ്ഞത് KT ഷായാണ്. ചോദിച്ചേക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് KC വെയർ ആണ്. KC വെയർ. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് പറഞ്ഞത് TT കൃഷ്ണമാചാരിയാണ്. ഓക്കെ, മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവട്ടുവീപ്പ എന്ന് പറഞ്ഞത് ആരാണ്, TT കൃഷ്ണമാചാരി. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് അത് MC ചാംഗ്ലയാണ്. MC ചാംഗ്ലയാണ് എന്ത് പറഞ്ഞത്, ഈ തത്വങ്ങൾ അതായത് നിർദ്ദേശക തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് MC ചാംഗ്ല. നോവൽ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒത്തിരി തവണ ചോദിച്ചാണ്ടോ ഇത്. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിന് നിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണത്തിൽ നിർവഹണം നടത്താനാവില്ല എന്ന് പറഞ്ഞതാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അപ്പോൾ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിനും നിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണനിർവഹണം നടത്താനാവില്ല എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ജനുവരി 2-ാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനങ്ങളെ പോലെ എന്ന് പറഞ്ഞത് നസറുദ്ദീൻ ആണ്. നസറുദ്ദീൻ പറഞ്ഞതാണ് ജനുവരി 2-ാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനങ്ങളെ പോലെ. ഭക്തിപരമായ അഭിലാഷങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് ആണ്. ഭക്തിപരമായ അഭിലാഷങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ്. അപ്പോൾ KT ഷാ ഒരു ബാങ്കിന്റെ സൗകര്യാർത്ഥം
എന്താണ് അനുസരണം നൽകാൻ ആകുന്ന ചെക്ക്, ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ചെക്ക് എന്ന് പറഞ്ഞത് KT ഷാ. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറഞ്ഞത് KC വേറെ. മനോവികാരങ്ങളുടെ ചവിട്ടുവീപ്പ TT കൃഷ്ണമാചാരി. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് AMC ചാങ്ല. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംബേദ്കർ. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിന് നിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണനിർവഹണം നടത്താനാവില്ല അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ജനുവരി 2-ാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനങ്ങളെ പോലെ നസറുദ്ദീനാണ് അങ്ങനെ പറഞ്ഞത്. ഭക്തിപരമായ അഭിലാഷങ്ങൾ ഐവർ ജെന്നിങ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഇനി കുറച്ച് ആർട്ടിക്കിളും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് അമെൻമെന്റ്സ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ തീരുകയാണ് പോയിന്റ്സ് എല്ലാം. അപ്പോൾ നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് സ്പെയിൻ എന്ന് പറഞ്ഞു. സ്പെയിനിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ആര് കടമെടുത്തത്? അയർലൻഡ് കടമെടുത്തത്. ഇനി മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റി. ഏത് ഭാഗം 4-ലാണ്. ഒത്തിരി തവണ ചോദിച്ചാണ് മക്കളെ, ഭാഗം 4-ലാണ് ഏത് വന്നിരിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇനി ഏത് ആർട്ടിക്കിളിലാണ് ഇത് വന്നിരിക്കുന്നത് ചോദിച്ചാൽ 36-51. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ന്യായവാദത്തിന് അർഹമല്ലാത്ത ഭാഗങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി ഒരു പൗരന് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ മൗലിക അവകാശങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോടതിയെ കോടതിയുടെ അടുത്ത് നമുക്ക് ചെല്ലാം, അതേപോലെ തന്നെ പരാതിപ്പെടാൻ ആയിട്ട് നമുക്ക് സാധിക്കും. ഗാന്ധിജി ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4-ആണ്. അതേപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞത് BR അംബേദ്കർ. അതേപോലെ വിശക്കുന്നവനെ കൂട്ടാനും നാണം മറയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വെറും കടലാസ് കെട്ടായിരിക്കുമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ BN റാവു നീതീകരിക്കാനാകുന്നതും നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ 2 വിഭാഗങ്ങളാക്കി വിഭജിക്കാൻ ശുപാർശ ചെയ്ത വ്യക്തിയാണ് BN റാവു. എന്താണ് ക്ഷേമരാഷ്ട്രം എന്ന് ചോദിച്ചാൽ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണവും വിദ്യാഭ്യാസവും പൊതുജന ആരോഗ്യം എന്നിവ ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളെന്നും ലിബറൽ ആശയങ്ങളെന്നും ഗാന്ധിയൻ ആശയങ്ങളെന്നും മാർഗനിർദ്ദേശക തത്വങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. കുറേ പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് അടിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് 2ാമത്തെ സെക്ഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് 3 പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഈ 4 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി 4ാം പഞ്ചവത്സര പദ്ധതി നമുക്ക് പഠിക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള പ്ലേലിസ്റ്റുകൾ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ പഞ്ചവത്സര പദ്ധതി 1 മുതൽ 2ഉം 3ഉം നമ്മൾ അതിൻ്റെ അകത്താണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇത് 4ാമത്തെയാണ്. കാരണം നമ്മുടെ ക്ലാസ് എല്ലാം കണ്ടിന്യൂഷൻ ഉള്ള ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്തൊരു എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ ഇതുവരെയും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.
ഓക്കെ. അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 1974 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് അധ്യക്ഷ ഇന്ദിരാഗാന്ധി. നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു. എന്തെന്ന് പറയുന്നത്? നാലാം പഞ്ചവത്സര പദ്ധതി ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുസ്ഥിരതയോടുകൂടിയുള്ള സാമ്പത്തിക സാങ്കേതിക സ്വയം പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. ഇതായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ്? അതായത് നിലവില് സുസ്ഥിരതയോടുകൂടിയ വളർച്ച, സാമ്പത്തിക സാങ്കേതിക സ്വയം പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. ഇതായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. കുടുംബാസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുക എന്നത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അലൻ എസ് മാനി അല്ലെങ്കിൽ എന്താണ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അലൻ എസ് മാനി ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? നാലാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണെയാണ് മക്കളെ, ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്? ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാലാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നമുക്കറിയാം ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1969 ഓഗസ്റ്റ് 15 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇയർ ആണ് നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട്. എന്താണ്? 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വരുന്നത്. അപ്പോൾ ISRO നിലവിൽ വന്ന എന്നാ? നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1969. 1970 ഇന്ത്യൻ ധവള വിപ്ലവം ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1970. ധവള വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന്. ഓക്കെ, അപ്പോൾ ധവള വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇനി ധവള വിപ്ലവത്തിന്റെ നേതൃത്വം കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, വർഗീസ് കുര്യൻ ആണ്. ധവള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ വർഗീസ് കുര്യൻ. 1971 ഇന്ത്യ പാക് യുദ്ധസമയത്തെ തുടർന്ന് 71 ഡിസംബർ 3 മുതൽ ഇന്ത്യയിലെ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലവിൽ വന്നു. 1974 മെയ് 18 രാജസ്ഥാനിലെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പോൾ 1974 മെയ് 18 ഓർത്തു വച്ചോ, ഒരു മാർക്കാണ്. 1974 മെയ് 18 രാജസ്ഥാനിലെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ആദ്യമായിട്ട് നമ്മുടെ എന്ത് നടന്നത്? ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടന്നത്. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.7%. പക്ഷെ കൈവരിച്ച എത്രയാണെന്ന് ചോദിച്ചാൽ 3.3% മാത്രമാണ് കൈവരിക്കാനായിട്ട് പറ്റിയുള്ളൂ. അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.7%. കൈവരിച്ച വളർച്ചാ നിരക്ക് 3.3%. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി സമയത്തെ അധ്യക്ഷ ഇന്ദിരാഗാന്ധി, അത് നമുക്കറിയാം. നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനായിരുന്നു? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിരുന്നു. അതായത് എന്താണ്? സുസ്ഥിരതയോടുകൂടിയ വളർച്ച, സാമ്പത്തിക സാങ്കേതിക സഹായം, പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി. കുടുംബാസൂത്രണ പരിപാടികളായിരുന്നു ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നടപ്പാക്കിയത്. ഈ ഒരു മോഡലിന് പറയുന്ന പേരാണ് അലൻ എസ് മാനി ആൻഡ് എന്താണ്? അശോക് രുദ്ര മോഡൽ. ഓക്കെ, അപ്പോൾ അലൻ എസ് മാനി ആൻഡ് എന്താണ്? അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നതാണ് പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചെങ്ങനെയാണ്? ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ഈ സമയത്താണ്. അതേപോലെ ISRO നിലവിൽ വന്നു. അതേപോലെ ധവള വിപ്ലവം ആരംഭിച്ചത് ഈ ഒരു സമയത്താണ്. അതേപോലെ തന്നെ എന്താണ്? 1974 രാജസ്ഥാനിലെ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1974 മുതൽ 1978 വരെയാണ് അഞ്ചാം പഞ്ചവത്സര
പദ്ധതി കാലം എന്ന് പറയുന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷനാണ് ഇന്ദിരാഗാന്ധി. ധർ മോഡൽ എന്നറിയപ്പെടുന്ന അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ധർ മോഡൽ എന്ന് പറയുന്നത്. ചോദിക്കാം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അടുത്ത അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ DP ധർ ആണ്. DP ധർ ആണ് തയ്യാറാക്കിയത്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യമുണ്ട്, അത് അല്ലെങ്കിൽ ആ മുദ്രാവാക്യമാണ് എന്തെന്ന് പറയുന്നത്, ഗരീബി ഹട്ടാവോ. ഓക്കെ, ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം തുടിച്ചു മാറ്റുക എന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലമായിട്ട് എന്താണ് നമ്മുടെ ഇന്ദിരാഗാന്ധി പറഞ്ഞ വാക്കാണ് മുദ്രാവാക്യം ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം തുടച്ചു മാറ്റുക. ഇത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റു ലക്ഷ്യങ്ങൾ കാർഷിക വൃദ്ധിയിലും പ്രതിരോധ മേഖലയും സ്വാശ്രയത്വം നേടുക, തൊഴിലവസരങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുക. അഞ്ചാം പഞ്ചവത്സര പദ്ധതി രൂപം നൽകിയപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥ പ്രശ്നകരമായ അവസ്ഥയിലായിരുന്നു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെച്ചു. ഓക്കെ, അപ്പോൾ മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി ഈ പദ്ധതി നിർത്തിവയ്ക്കുകയാണ്. ഓക്കെ, കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചേണ്ട. കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ ഏത്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക്? എന്തില്ല? കാലാവധി പൂർത്തിയാക്കാൻ പറ്റാത്ത പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിനിമം നീഡ് പ്രോഗ്രാം ആരംഭിച്ചു. അതേപോലെ 1975 ജൂൺ 25 ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏത് സമയത്താ? നമ്മുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നു. പുതിയ റോഡുകൾ വികസിപ്പിച്ചു. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സംയോജിത ശിശു വികസന പദ്ധതി ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2 ICDS നിലവിൽ വന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വച്ച വളർച്ചാ നിരക്ക് 4.4 ആണ്, പക്ഷെ കൈവരിച്ചത് 4.8 ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ചത് 4.8ഉം അതേപോലെ മുന്നോട്ട് വച്ചത് 4.4ഉമാണ്. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. നമുക്കറിയാം ധർ മോഡൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ധർ മോഡൽ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രശസ്തമായ മുദ്രാവാക്യമുണ്ട്. എന്ത്? ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം. അതായത് ദാരിദ്ര്യം തുടച്ചു മാറ്റുക എന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അതേപോലെ മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെച്ചു. കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതി അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. അതേപോലെ തന്നെ മിനിമം നീഡ് പ്രോഗ്രാം ICDS നിലവിൽ വന്നു. അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 പ്രഖ്യാപിച്ചു. ആദ്യ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നു. പുതിയ റോഡുകൾ വന്നു. അതേപോലെ തന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വച്ചത് 4.4ഉം കൈവരിച്ചത് 4.8ഉമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു.
നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. റോളിംഗ് പ്ലാൻ 1978 മുതൽ 80 വരെയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? റോളിംഗ് പ്ലാൻ. ഓക്കെ, 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാന്റെ കാലഘട്ടം 1978 to 80 ആണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാണ് ഗുണ്ണാർ മിർഡൽ. ഓക്കെ, അപ്പോൾ ഗുണ്ണാർ മിർഡൽ ആണ് എന്ത് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. റോളിംഗ് പ്ലാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗുണ്ണാർ മിർഡലിന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഏഷ്യൻ ഡ്രാമ. ഏഷ്യൻ ഡ്രാമ ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഗുണ്ണാർ മിർഡലിന്റെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്നത്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ആണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് 78 to 80 ഗുർണാർ മിർഡലാണ്. അപ്പോൾ അത് എപ്പോഴും ഗുർണാർ മിർഡാൽ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഗുർണാർ മിർഡാലിന്റെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ എന്നുള്ളത്. അതും എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. നമുക്ക് 6ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. നടന്ന കാലഘട്ടം നോക്കുകയാണെങ്കിൽ 1980 മുതൽ 1985 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 6ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 6ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചപ്പോൾ, അപ്പോൾ തുടങ്ങിയപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ത് പ്രധാനമന്ത്രി, പിന്നെ അവസാനിപ്പിച്ചപ്പോൾ ആരാ? രാജീവ് ഗാന്ധി. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അന്ത്യമായാണ് 6ാം പഞ്ചവത്സര പദ്ധതിയെ കണക്കാക്കുന്നത്. അപ്പൊ നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അന്ത്യമായി കണക്കാക്കുന്ന പഞ്ചവത്സര പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. വിഭവങ്ങളുടെ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, അതേപോലെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മ നിരക്കും കുറയ്ക്കുക. പ്രധാന പ്രവർത്തനങ്ങൾ 1980 ഏപ്രിൽ 15 ഇന്ത്യയിലെ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. ഓക്കെ, അപ്പോൾ എന്താണ് 1980 ഏപ്രിൽ 15 ഇന്ത്യയിൽ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. ദേശസാൽക്കരിച്ചത് എത്ര ബാങ്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ബാങ്കുകളാ? 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 1980 ഒക്ടോബർ 2 IRDP നിലവിൽ വന്നു. അതേപോലെ തന്നെ NREP നിലവിൽ വന്നതും എന്ന് തന്നെയാണ് 1980 IRDPയും അതേപോലെ തന്നെ NREP നിലവിൽ വന്നു. 1982 ഇമ്പോർട്ടൻ്റ് ആണ്ടോ മക്കളെ? 1982 ഒത്തിരി തവണ ചോദിച്ചാണ്. എന്നാണ് നബാർഡ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1982 നബാർഡ് നിലവിൽ വന്നത്. നമ്മളപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇതിൽ കൂടുതലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന SCRT നോക്കാം, NCRT നോക്കാം, റാങ്ക് ഫയൽ നോക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നോക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ലെവലിലാണ് നമ്മളിത് പോകുന്നത്. കാരണം നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കിട്ടണമെങ്കിൽ ഈ 75 ഹോട്ട് ടോപ്പിക്സ് എത്രയും സിമ്പിളാക്കിയോ അത്രയും സിമ്പിളാക്കി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? 2 or 3 തവണ നമുക്ക് റിവിഷൻ ചെയ്യാൻ കൂടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഷോർട്ടാക്കി അത്ര സിമ്പിളാക്കിയിട്ട് ഏറ്റവും വേണ്ടത് മാത്രം എടുത്ത് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ഇനി 1983 ഓഗസ്റ്റ് 15 RLGP നിലവിൽ വന്നതും 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഏത് വന്നത്? RLGP നിലവിൽ വന്നത്. 6ാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വച്ചത് 5.2% കൈവരിച്ചത്
5.7%. ഓക്കെ, അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അത് അവസാനിച്ചപ്പോൾ ആരായിരുന്നു? രാജീവ് ഗാന്ധി. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അന്ത്യമായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതി. നമ്മൾ പറഞ്ഞു ദാരിദ്ര്യം, തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുക, ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1980 നടക്കുകയാണ്. IRDP അതേപോലെ തന്നെ NREP നിലവിൽ വന്നു 80. 82 നബാർഡ് വന്നു. 83 എന്ത് വന്നു? ഓഗസ്റ്റിൽ RLGP നിലവിൽ വന്നു. ഇനി 6ാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വച്ചത് 5.2%, എന്നാൽ കൈവരിച്ചത് 5.7%. ഓക്കെ, ഇനി നമുക്ക് 7ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഉപാധ്യക്ഷൻ മൻമോഹൻ സിംഗ്. മുഖ്യശില്പിയാണ് സാം പിത്രോഡ. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി, വാർത്താവിനിമയ മേഖലയുടെ പുരോഗതി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം എന്ത് ചെയ്യുക? ത്വരിതപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു എന്തിൻ്റെ ഈ പറയുന്ന നമ്മുടെ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 7ാം പഞ്ചവത്സര പദ്ധതി എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാജീവ് ഗാന്ധിയാണ്. ഉപാധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉപാധ്യക്ഷൻ ആരാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ? അത് നമ്മുടെ ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. മുഖ്യ ശില്പി ആരാന്ന് ചോദിച്ചാൽ സാം പിത്രോഡയാണ്. അതേപോലെ എന്താണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഭക്ഷ്യവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി, വാർത്താ വിനിമയ മേഖലയുടെ പുരോഗതി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അതായത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. 89 ഏപ്രിൽ 1 ജവഹർ റോസ്ഗാർ യോജന അതായത് JRY നിലവിൽ വന്നു. 1986 ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു. 1985 ഇന്ദിരാ ആവാസ് യോജന IAY നിലവിൽ വന്നു. 1988-89 കാലഘട്ടത്തിലാണ് NREP-യുടെയും അതേപോലെ തന്നെ RLGP-യുടെയും ഉപസമിതിയായി ദശലക്ഷം കിണർ പദ്ധതി അഥവാ മില്യൺ വെൽ സ്കീം. ഓക്കെ, മില്യൺ വെൽ സ്കീം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1988-89 കാലഘട്ടത്തിലെ NREGP-യുടെയും അതേപോലെ തന്നെ RLGP-യുടെയും ഉപപദ്ധതിയായിട്ടാണ് ദശലക്ഷം കിണർ പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, 7ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വച്ചത് 5% അത് കൈവരിച്ചത് 6%. വാർഷിക പദ്ധതി 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലാണ് വാർഷിക പദ്ധതി എന്ന് പറയുന്നത്. 7നും 8നും ഇടയ്ക്കാണ് ഏത് വരുന്നത്? നമ്മുടെ വാർഷിക പദ്ധതി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉപാധ്യക്ഷൻ മൻമോഹൻ സിംഗ് ആണ്, പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, മുഖ്യ ശില്പി ചോദിക്കാറുണ്ട് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ, അത് സാം പിത്രോഡയാണ്. ആരാണ്? സാം പിത്രോഡ. ഓക്കെ, ഇനി അടുത്തത് വാർഷിക പദ്ധതി നടപ്പിലാക്കിയത് 1990 മുതൽ 1992 വരെയാണ് വാർഷിക പദ്ധതി. നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ കാലയളവിലാണ്. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു 1 ഉദാരവൽക്കരണം, 2 സ്വകാര്യവൽക്കരണം, 3 ആഗോളവൽക്കരണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവാണ് PV നരസിംഹറാവു. മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ സമയത്തെ ധനമന്ത്രി എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗ് ആണ് ഈ സമയത്തെ ധനമന്ത്രി. ഇനി നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ അകത്ത് 7ാം പഞ്ചവത്സര പദ്ധതിയും അതേപോലെ തന്നെ
വാർഷിക പദ്ധതിയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ പറയുന്ന പദ്ധതി നമുക്കറിയാം എന്താണ് വാർഷിക പദ്ധതി എന്ന് വെച്ചാൽ 7ാം പഞ്ചവത്സര പദ്ധതിയുടെയും 8ാം പഞ്ചവത്സര പദ്ധതിയും ഇടയിലാണ് ഏത് വാർഷിക പദ്ധതി നടക്കുന്നത്. ഇനി നമുക്ക് 8ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. കാലഘട്ടം 1992 മുതൽ 1997 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992. 8ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992. 8ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു. 8ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനാണ് പ്രണബ് മുഖർജി. 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് റാവു മൻമോഹൻ മോഡൽ എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്താ ചോദിച്ചാൽ മാനുഷിക വികസനം. ഇമ്പോർട്ടൻ്റ് ആണ്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ മാനുഷിക വികസനം. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് 1992 NRDP നിലവിൽ വന്നു. 1992 NRDP. അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായി. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നതും ഏത് പദ്ധതിയുടെ കാലത്താന്ന് ചോദിച്ചാൽ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നു. 1993 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ആരംഭിച്ച തൊഴിൽ പദ്ധതിയാണ് PMRY, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. അപ്പോൾ 1993 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ആരംഭിച്ച തൊഴിൽ പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. സ്ത്രീകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് MSY, അതായത് മഹിളാ സമൃദ്ധി യോജന. ഓക്കെ, മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചതും ഏത് പദ്ധതിയാ? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാന്ന് ചോദിച്ചാൽ 5.6 ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. കൈവരിച്ചത് 6.8. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ തൊള്ളു. മെയിനായിട്ട് കാലഘട്ടം 92 to 97. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു. 8ാം പഞ്ചവത്സരത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം മാനുഷിക വികസനം. 92 NRDP വന്നു, NSC വന്നു 92. അതേപോലെ പഞ്ചായത്ത് രാജ് നിയമം വന്നു 93. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ നിയമം 93 ഒക്ടോബർ 12. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. അതേപോലെ തന്നെ എന്താണ് സ്ത്രീകളുടെ സ്വയം പര്യാപ്ത ലക്ഷ്യമിട്ട് MSY, മഹിളാ സമൃദ്ധി യോജന. ഇതൊക്കെ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50ാം വാർഷികം. അപ്പോൾ 9-50 എന്നോർത്താൽ മതി. 9-50. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50ാം വാർഷികത്തിൻ്റെ തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? HD ദേവഗൗഡ. HD ദേവഗൗഡയാണ് 9 എന്ന് പറയുന്ന പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് പ്രധാനമന്ത്രി HD ദേവഗൗഡ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജനകീയ പദ്ധതി. ഓക്കെ, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. പക്ഷേ PSCയുടെ ഉത്തരപ്രകാരം ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് അവർ തീരുമാനിച്ചേക്കണത്. എന്ത്? ജനകീയ പദ്ധതി. അപ്പോൾ ജനകീയ പദ്ധതി PSCയുടെ ഉത്തരപ്രകാരം എന്താണ്? 10ആണ്. അപ്പോൾ നമുക്കും എന്ത് തന്നെ പഠിക്കാം? 10 തന്നെ പഠിക്കാം. 10 ഇല്ലെങ്കിൽ മാത്രം എന്തടിക്കുക? 9 അടിക്കുക. ഓക്കെ, ഇനി
ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയാ? 9ാം പഞ്ചവത്സര പദ്ധതി. പ്രധാന പ്രവർത്തനങ്ങളാണ് ദാരിദ്ര്യരെ ലക്ഷ്യമാക്കി 97 ജൂൺ 1 ഇന്ത്യയിൽ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ദരിദ്രരെ ലക്ഷ്യമാക്കി 97 ജൂൺ 1 ഇന്ത്യയിൽ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ 2ാം ആണവ പരീക്ഷണം നടന്നു. ഇന്ത്യയിൽ 2ാം ആണവ പരീക്ഷണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാ? 9ാം പഞ്ചവത്സര പദ്ധതി. 98 മെയ് 11, 13 രാജസ്ഥാനിലെ പൊഖ്രാനിൽ വച്ചാണ് 2ാം ആണവ പരീക്ഷണം നടന്നത്. അപ്പോൾ അങ്ങനെ 2ാം ആണവ പരീക്ഷണം നടന്നു കഴിഞ്ഞപ്പോൾ ആരായിരുന്നു അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല, ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണത്തിൻ്റെ സമയത്തെ നമ്മുടെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. 2ാം ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ശക്തി എന്ന് പറയുന്നത് എന്താണ്? 2ാം ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 മെയ് 17 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചു. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എന്നാണ് കുടുംബശ്രീ? 1998 മെയ് 17 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്. BPL ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്ര വിഭാഗങ്ങൾക്കിടയിൽ പട്ടിണി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 2000 ഡിസംബർ 25 അന്ത്യോദയ അന്നയോജന ആരംഭിക്കുന്നു. അതായത് എപ്പോഴും PSC ചോദിക്കുന്നതാണ് AAY താഴെ പറയുന്നവയിൽ എന്നാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി ആരംഭിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 2000 ഡിസംബർ 25. അതായത് ക്രിസ്മസിൻ്റെ അന്നാണ് 2000 ഡിസംബറിലാണ് നമുക്ക് AAY അതായത് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത് BPL ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്ര വിഭാഗങ്ങൾക്കിടയിൽ പട്ടിണി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? അന്ത്യോദയ അന്നയോജന. 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5 ആണ്. കൈവരിച്ചത് 5.4 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 6.5 ലക്ഷ്യമിട്ടു, പക്ഷെ കൈവരിച്ചത് 5.4 ആണ്. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ എന്ന് വരെയാ? 2002 മുതൽ 2007 വരെ. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതി സ്ത്രീകളുടെ ശാക്തീകരണം മുഖ്യ വിഷയമാക്കി എടുത്തിരിക്കുന്നതിന് കാരണം 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീകളുടെ ശാക്തീകരണം മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നതിനുള്ള കാരണമാണ് 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമാക്കി എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി. അപ്പോൾ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. അപ്പോൾ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് AB വാജ്പേയി ആണ്. പ്രധാന പ്രവർത്തനങ്ങളാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നടപ്പിലാക്കി. അപ്പോൾ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നടപ്പിലാക്കി ഏത് സമയത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി. അതേപോലെ തന്നെ 2005 ഏപ്രിൽ 12 ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2005 ഏപ്രിൽ 12 ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2005 ഏപ്രിൽ 12 ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ആരംഭിച്ചു. പുര എന്ന് പറയുന്നത് അതായത് പ്രൊവിഷൻ ഓഫ് അർബൻ എമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയ.
അതായത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നഗരപ്രദേശങ്ങളിൽ ലഭ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഗ്രാമങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പുര എന്ന് പറയുന്നത്. ഈ പദ്ധതി കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ അതാണ് APJ അബ്ദുൽ കലാമാണ് പുര പദ്ധതി കൊണ്ടുവന്നത്. ഇനി ആശ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ PSC ഇങ്ങനെയാണ് ചോദിച്ചേണ്ടത്, ആശ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. അതാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആശ എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് വരാറുള്ള ആശാ വർക്കർ, അവരുടെ ഫുൾ ഫോമാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ഓക്കെ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും പരിശീലനം ലഭിച്ച ഒരു വനിത കമ്മ്യൂണിറ്റി ഹെൽത്ത് ആക്ടീവ്സിന് അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റിനെയോ നൽകുക എന്നുള്ളത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നു. അതേപോലെ തന്നെ ഈ സമയത്ത് എന്താണ് ലക്ഷ്യമിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർച്ചാ നിരക്ക് 7.6 ആണ്. ഓക്കെ, അപ്പോൾ 8 ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്, പക്ഷേ കൈവരിച്ചത് 7.6 ആണ്. അപ്പോൾ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ആശ, അതായത് അക്രഡിറ്റഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നതാണ് ആശ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും എന്താണ് പരിശീലനം ലഭിച്ച ഒരു വനിതാ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആക്ടിവിസ്റ്റിനെയോ അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റിനെയോ നൽകുക എന്നതാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇനി 11ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് നമുക്ക് പോകാം. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നതാണ് എന്തിൻ്റെ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് എല്ലാവർക്കും എല്ലാ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 11ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേഗു സിംഗ് അലുവാലിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയകരമായ പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി, അതും ഏത് തന്നെയാ, 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കി. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26. 2010 ഏപ്രിൽ 1 എന്ത് വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് 2010 ഏപ്രിൽ 1. 2010 പ്രധാനമന്ത്രി ആദർശ് ഗ്രാമീണ യോജന നടപ്പിലാക്കുകയാണ്. അത് 2010 ഓക്കെ, അപ്പോൾ 2010 എന്ത് ചെയ്യാണ്, പ്രധാനമന്ത്രി ആദർശ് ഗ്രാമീൺ യോജന എന്ത് ചെയ്യാണ്, നടപ്പിലാക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, 2010 ഓഗസ്റ്റ് 28 കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് തൊഴിലുറപ്പ് പദ്ധതി വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2010 ഓഗസ്റ്റ് 28. ചോദിച്ചേക്കുന്ന ചോദ്യമാണ് തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, അപ്പോൾ 2010 ഓഗസ്റ്റ് 28 കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 9%, കൈവരിച്ചത് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 8%. ഓക്കെ, അപ്പോൾ എന്താണ് 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 9%, കൈവരിച്ചത് 8%. ഇനി നമുക്ക് 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചേക്കുന്നതാണ്. 12ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേഗു സിംഗ് അലുവാലിയ. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, മൊണ്ടേഗു സിംഗ് അലുവാലിയ.
നമ്മൾ പറഞ്ഞു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സുസ്ഥിര വികസനം. ഓക്കെ, അപ്പൊ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് 12 മേഖലകളാണ്. ഒന്ന്, വിപുലമായ കൽക്കരി സാങ്കേതിക വിദ്യകൾ. എന്താണ് വിപുലമായ കൽക്കരി സാങ്കേതിക വിദ്യകൾ? അതേപോലെ തന്നെ എന്താണ് നാഷണൽ വിൻഡ് എനർജി കമ്മീഷൻ, ഇരുമ്പുരുക്ക് വ്യവസായ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തൽ, വ്യവസായത്തിലെ ഊർജ കാര്യക്ഷമത പരിപാടികൾ, വെഹിക്കിൾ ഫ്യുവൽ എഫിഷ്യൻസി പ്രോഗ്രാം, ചരക്ക് ഗതാഗതത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ, അതേപോലെ തന്നെ എന്താണ് മെച്ചപ്പെട്ട നഗര പൊതുഗതാഗതം, നോൺ മോട്ടറൈസ്ഡ് ഗതാഗതവും. ഇനി ലൈറ്റിംഗ്, ലേബലിംഗ്, സൂപ്പർ എഫിഷ്യന്റ് എക്യുപ്മെന്റേഷൻ പ്രോഗ്രാം, ഗ്രീൻ ബിൽഡിംഗ് കോഡുകൾ വേഗത്തിൽ സ്വീകരിക്കാൻ, കാടിന്റെയും മരങ്ങളുടെയും ശേഖരം മെച്ചപ്പെടുത്താൻ. ഇതൊക്കെയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 12 കാര്യക്ഷമത പരിപാടികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് മെയിനായിട്ട് നമുക്ക് 12 പഞ്ചവത്സര പദ്ധതി കേന്ദ്രീകരിച്ച 12 മേഖലകൾ, ആ മേഖലകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓരോന്നായിട്ട്. ഇനി പ്രധാന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2013 സെപ്റ്റംബർ 12 ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചു. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. 2013 സെപ്റ്റംബർ 12 ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചു. പ്രധാന പ്രവർത്തനങ്ങളാണ് 2013 സെപ്റ്റംബർ 12 ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവെച്ചു. 2014 ഓഗസ്റ്റിൽ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. രാജ്യത്തെ എല്ലാ കുടുംബങ്ങളിലും ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രി ജൻധൻ യോജന നടപ്പിലാക്കിയത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. രാജ്യത്തെ എല്ലാ കുടുംബങ്ങളിലും ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. 2014 സെപ്റ്റംബർ 25 മേക്കിംഗ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചു. 2014 സെപ്റ്റംബർ 25 മേക്കിംഗ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചു. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചു. അപ്പോൾ 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചു. 2019 ഒക്ടോബർ 2 ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പോൾ 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ, നമുക്കറിയാം 2 കണ്ണട വെച്ച് ഗാന്ധിജിയുടെ പടമൊക്കെ ഉള്ളത്. അപ്പോൾ അത് സ്വച്ഛ് ഭാരത് അഭിയാൻ ആരംഭിച്ചു. 2019 ഒക്ടോബർ 2 ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങിയത്. അടുത്ത് നമുക്കറിയാം മിഷൻ ഇന്ദ്രധനുഷ് വന്നത് 2014 സ്കീമുകളിലൊക്കെ നമുക്ക് പഠിക്കാണ്ട്. മിഷൻ ഇന്ദ്രധനുഷ് അതായത് കുട്ടികൾക്കും ഗർഭിണികളുമായ സ്ത്രീകൾക്കും വേണ്ടി ആരംഭിച്ച പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും വേണ്ടി ആരംഭിച്ച പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയാണ് ഈ പറയുന്ന ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന മിഷൻ ഇന്ദ്രധനുഷ്. 2015 ജനുവരി 1 നീതി ആയോഗ് രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ 2015 ജനുവരി 1 നീതി ആയോഗ് രൂപീകരിച്ചു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. മുദ്രാ ബാങ്ക് നിലവിൽ വന്നതും 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പോൾ മുദ്രാ ബാങ്ക് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ഏപ്രിൽ 8. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി NDC അംഗീകരിച്ച വളർച്ചാ നിരക്ക് 12ാം പഞ്ചവത്സര പദ്ധതിക്ക് 8%. ഓക്കെ, അപ്പോൾ 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അംഗീകരിച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എത്രയെന്ന് പറയുന്നത് 8%. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 4 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തീർത്തത്. എല്ലാവർക്കും വളരെ വ്യക്തമായെന്ന് കരുതുന്നു. കാരണം അത്രത്തോളം തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് ഇത് പഠിച്ചേക്കുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതി 69 മുതൽ 74 വരെ നമ്മൾ പറഞ്ഞായിരുന്നു. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സുസ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സാമ്പത്തിക
സാങ്കേതിക സ്വയം പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. അലനസ് മാനി ആൻഡ് അശോക് രുദ്ര മോഡലാണ് ഈ പദ്ധതി മോഡൽ എന്ന് പറയുന്നത്. 14 ബാങ്കുകൾ നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്, നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് എന്താണ് 14 ബാങ്കുകളാണ് എന്ത് ചെയ്യുന്നത്, ദേശസാൽക്കരിക്കുന്നത്. ആരുടെ കാലഘട്ടത്താ? ഇന്ദിരാഗാന്ധി. അതേപോലെ തന്നെ ISRO നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ISRO നിലവിൽ വന്നു, 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഏതാ? നാലാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഇനി 1970 ധവള വിപ്ലവം ആരംഭിച്ചു. ധവള വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ്, വർഗീസ് കുര്യൻ. 1974 എന്താണ്? രാജസ്ഥാനിലെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നു. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ആണവ പരീക്ഷണം. അപ്പോൾ രാജ്യത്തെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് മക്കളെ, ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ പേര് എന്തായിരുന്നു, അല്ലെങ്കിൽ രഹസ്യനാമം ഏത് പേരിലാണ് അറിയപ്പെട്ടത് എന്നതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം 1974 മെയ് 18 നടന്നു. അതിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിജയികളെ അപ്പോൾ വൈകുന്നേരം ഞാൻ പ്രഖ്യാപിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, തുടർച്ചയായിട്ട് നമ്മുടെ 5 ദിവസങ്ങളിൽ വിജയികളാവുന്ന ആളുകൾക്ക് നമുക്ക് ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം അത് എന്താണെന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് 5ാം പഞ്ചവത്സര പദ്ധതി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള 5ാം പഞ്ചവത്സര പദ്ധതി ഇന്ദിരാഗാന്ധി. അതേപോലെ തന്നെ എന്താണ്? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം, ദർ മോഡൽ. മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തിവച്ചു. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. റോളിംഗ് പ്ലാൻ 78 to 80 ആണ്. ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്നത് ഗുർനാർ മിഡാലിൻ്റെ പുസ്തകമാണ്. ഗുർനാർ മിഡാലിൻ്റെ പുസ്തകം ഏഷ്യൻ ഡ്രാമ. 6ാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം, നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അന്ത്യമാണ് 6ാം പഞ്ചവത്സര പദ്ധതി. അതേപോലെ തന്നെ എന്താണ്? ഏപ്രിൽ 15 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതേപോലെ തന്നെ എന്താണ്? RLGP ഒക്കെ വന്നത് ആ ഒരു സമയത്താണ്. നബാർഡ് നിലവിൽ വന്നത് 1982 6. 7ാം പഞ്ചവത്സര പദ്ധതി ഇന്ദിര ആവാസ് യോജന. 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? 85 to 90. രാജീവ് ഗാന്ധി ഉപാധ്യക്ഷൻ, മൻമോഹൻ സിംഗ് മുഖ്യശില്പി, സാം പിത്രോഡ. പിന്നെ നമ്മൾ പറഞ്ഞു 8ാം പഞ്ചവത്സര പദ്ധതി. അതിൻ്റെ അകത്താണ് NSC. അതേപോലെ തന്നെ എന്താണ്? ഒക്ടോബർ 12 1990 ദേശീയ മനുഷ്യാവകാശ നിയമം, അതേപോലെ തന്നെ പഞ്ചായത്ത് രാജ് നിയമം. ഇതൊക്കെ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതേപോലെ തന്നെ എന്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി 50ാം വാർഷികം എന്നുള്ളത് ആദ്യം ഓർക്കുക. HD ദേവഗൌഡ ആയിരുന്നു പ്രധാനമന്ത്രി. അതേപോലെ തന്നെ എന്താണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഒക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, സ്റ്റാറ്റിസ്റ്റിക്കൽ കേരള മോഡൽ വികസന പദ്ധതി എന്നൊക്കെ പറയുന്നതാണ് 10ാം പഞ്ചവത്സര പദ്ധതി. അതേപോലെ തന്നെ ആശ എന്ന് പറയുന്ന എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഒക്കെ വന്നത് ഈ ഒരു സമയത്താണ്. 11ാം പഞ്ചവത്സര പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത്, മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു 10 ഏപ്രിൽ 1. 12ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ സിംഗ്. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേഗു സിംഗ് അലുവാലിയ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ളത് 12ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത്. ഇനി നമുക്ക് തൂലികാ നാമങ്ങളിലേക്ക് പോവാം. ഓക്കെ, മാലി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവൻ നായർ ആണ്. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായർ. മൂലൂർ എ പരമേശ്വരൻ നായർ. എ പരമേശ്വര പണിക്കറാണ്. മൂലൂർ S പരമേശ്വര പണിക്കർ. മൂലൂർ എന്നറിയപ്പെടുന്നത് S പരമേശ്വര പണിക്കറാണ്. മലബാറി KB അബൂബക്കർ. മലബാറി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ KB അബൂബക്കർ. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MR നായർ ആണ്. സഞ്ജയൻ MR നായർ. ഇനി സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ S പത്മനാഭ പണിക്കർ. സരസകവി മൂലൂർ S പത്മനാഭ പണിക്കർ. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. വിലാസിനി എന്ന
തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? വിലാസിനി MK മേനോൻ. VKN എന്നറിയപ്പെടുന്നത് VK നാരായണൻകുട്ടി നായരാണ്. VK നാരായണൻകുട്ടി നായർ. അപ്പോൾ ഇന്നത്തെ ഒന്നുകൂടി പറയാം തൂലികാനാമങ്ങൾ: മാലി മാധവൻ നായർ, മൂലൂർ S പരമേശ്വര പണിക്കർ. ഇനി മലബാറി KB അബൂബക്കർ ആണ് മലബാറി. സഞ്ജയൻ MR നായർ, സരസകവി മൂലൂർ S പത്മനാഭ പണിക്കർ, വിലാസിനി KM മേനോൻ, VKN VK നാരായണൻ കുട്ടി നായർ. കവിവാക്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മലയാളത്തിൽ 1 മാർക്ക് അതിൻ്റെ അകത്ത് വരാറുണ്ട്. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഇത് ആരുടെ വരികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംശി നാരായണപിള്ളയുടെ വരികളാണ്. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഇത് അംശി നാരായണപിള്ളയുടെ വരികളാണ്. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ എഴുത്തച്ഛനാണ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം എന്ന് പറഞ്ഞത് എഴുത്തച്ഛനാണ്. അമ്പാടി തന്നിൽ ഒരു ഉണ്ണിയുണ്ടെന്നെങ്ങനെ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ അത് ആ ഒരു വരി ആരുടെയാന്ന് ചോദിച്ചാൽ പൂന്താനത്തിൻ്റെയാണ്. അമ്പാടി തന്നിൽ ഒരു ഉണ്ണിയുണ്ടിങ്ങനെ എന്ന് പറഞ്ഞത് പൂന്താനമാണ്. അമ്പാടി തന്നിൽ ഒരു ഉണ്ണിയുണ്ടിങ്ങനെ പൂന്താനം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും പണ്ടത്തെയൊക്കെ നമ്മുടെ സ്കൂളിലെ പ്രെയർ ആയിരുന്നു ഈ പറയുന്നത് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്നുള്ളത്. അത് പന്തളം കേരളവർമ്മയാണ് ഇത് രചിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ വാക്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പന്തളം കേരളവർമ്മ. സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വയലാറിന്റെ വാക്യമാണ്. സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. വയലാറാണ് ഇത് പറഞ്ഞത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇത് വള്ളത്തോളാണ് ഇങ്ങനെ പറഞ്ഞത്. ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് സെലക്റ്റഡ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ, കണ്ടമാനം വരച്ചു വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ തൻ വള്ളത്തോൾ. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. വരിക വരിക സഹചരെ സഹന സമര സമയമായി അംശി നാരായണപിള്ള. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. എഴുത്തച്ഛനാണ് അങ്ങനെ പാടിയത്. അമ്പാടി തന്നിൽ ഒരു ഉണ്ണിയുണ്ടിങ്ങനെ പൂന്താനം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം. അത് പന്തളം കേരളവർമ്മയാണ് ഈ ഒരു വരികളുടെ സൃഷ്ടാവ്. സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. വയലാറിന്റെ വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോളിന്റെയാണ്. ഓക്കെ, അടുത്തത് ഫോറിൻ വേർഡ്സ് ആണ്. എപ്പോഴും ചോദിക്കണ ഫോറിൻ വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫോറിൻ വേർഡ്സിൽ ഇന്നത്തെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നോം ഡി പ്ലൂം. നോം ഡി പ്ലൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ നെയിമാണ് നോം ഡി പ്ലൂം എന്ന് പറയുന്നത്. നോം ഡി പ്ലൂം പെൻ നെയിമാണ്, അതായത് തൂലികാ നാമം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോം ഡി പ്ലൂം. ഓക്കെ, അപ്പോൾ നോം ഡി പ്ലൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നോം ഡി പ്ലൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൂലികാ നാമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോം ഡി പ്ലൂം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് വർക്ക്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാക്കിയേക്കണ കണ്ടിട്ട് നമ്മൾ അത് കണ്ടിട്ട് പറയില്ലേ, ഓ അടിപൊളിയായുണ്ട് അല്ലെങ്കിൽ സൂപ്പർ ആയുണ്ടെന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നം ഓപ്പസ്. എ ഗ്രേറ്റ് വർക്ക്, ഭയങ്കര ഗംഭീരമായുണ്ട് എന്നൊക്കെ പറയാനായിട്ടാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കുട്ടികൾ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയൊരു സാധനം വാങ്ങി നമുക്ക് കിട്ടുമോ, ഒരു ഗിഫ്റ്റോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇനി എന്താ പറയണ്ടേ? മാഗ്നം ഓപ്പസ്, എ ഗ്രേറ്റ് വർക്ക്. ഓക്കെ, അപ്പോൾ അതിഗംഭീരമായി എന്നുള്ള ഒരു അർത്ഥത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇംപാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലോക്ക്, അതായത് സ്തംഭനാവസ്ഥയിലാവുക. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ നിശ്ചലാവസ്ഥയിലാക്കി കളഞ്ഞു ഡെഡ് ലോക്ക്. അതായത് നമ്മൾ ഈ കളരി കുംഫു അങ്ങനെയുള്ള
കലകളിലൊക്കെ നമുക്കറിയാം എന്താണ് അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഡെഡ് ലോക്ക്ഡ് എന്ന് പറയും. അപ്പം നമ്മൾ നിശ്ചലാവസ്ഥയിൽ അങ്ങനെ നിന്നു പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനാണ് നമ്മൾ പറയുന്നത് ഇംപാസി, ഡെഡ് ലോക്ക്. ഡെഡ് ലോക്ക് എന്ന് വെച്ചാൽ നിശ്ചലാവസ്ഥയിൽ അല്ലെങ്കിൽ സ്തംഭിപ്പിച്ച് അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയിലായി പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഫോക്സ് വാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സോഷ്യൽ ബ്ലണ്ടർ. നമ്മുടെ വീടിൻ്റെ അടുത്തും അതേപോലെ നമ്മുടെ ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവും സോഷ്യൽ ബ്ലണ്ടർ, അതായത് ഈ പൊങ്ങച്ചക്കാരൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ ആളാവാൻ വേണ്ടിയിട്ട് വലിയ വലിയ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ വലിയ കേമനാന്ന് ആക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ എന്താണ് നുണക്കഥകളൊക്കെ പറയുന്ന ഡംബൊക്കെ പറയുന്ന ആളെന്നൊക്കെ പറയില്ലേ. നമ്മൾ ഈ ബെഡായി ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഓരോ എന്താണ് നമ്മളെ പോലും ചിലപ്പോൾ ഭയങ്കര ചിരിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ആയിരിക്കും ഈ സോഷ്യൽ ബ്ലണ്ടർ എന്ന് പറയുന്ന ആള്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അതായത് ഫോക്സ് വാസ്, അതായത് സോഷ്യൽ ബ്ലണ്ടർ, പൊങ്ങച്ചക്കാരൻ, അല്ലെങ്കിൽ എന്താണ് തമാശകൾ, അതായത് നുണക്കഥകളൊക്കെ പറയുന്ന ആള് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്സ് വാസിനെ വിളിക്കാം, സോഷ്യൽ ബ്ലണ്ടർ. ഇനി എൻ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേ, അതായത് വഴിയിൽ. നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ എവിടെ എത്തിയെന്ന്, ഇപ്പോൾ നമ്മളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളിപ്പോൾ ടൂർ പോവാണെങ്കിൽ ഇപ്പം വീട്ടിലെത്താറ നിൽക്കുമ്പോൾ ഓൺ ദ വേ ആണ്, ഞാൻ എന്താണ് വഴിയിലാണ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേ, വഴിയിൽ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഓൺ ദ വേ എന്ന് പറയണേക്കാൾ പകരമായിട്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ എൻ റൂട്ടാന്ന് പറഞ്ഞാൽ മതി. എൻ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓൺ ദ വേ. അപ്പം നോം ഡി പ്ലൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ നെയിം, തൂലിക നാമം. മാഗ്നം ഓപ്പസ് എന്ന് വെച്ചാൽ ഗ്രേറ്റ് വർക്ക്, ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വർക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇംപാസി എന്ന് വെച്ചാൽ ഡെഡ് ലോക്ക്, സ്തംഭിപ്പിച്ച് അല്ലെങ്കിൽ സ്തംഭനാക്കുക, അതേപോലെ തന്നെ എന്താണ് നിശ്ചലാവസ്ഥയിലാക്കുക. ഫോക്സ് വാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ബ്ലണ്ടർ, പൊങ്ങച്ചക്കാരൻ അല്ലെങ്കിൽ നുണക്കഥകൾ പറയുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേ, വഴിയിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ റൂട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഫോറിൻ വേർഡ്സ്, കവിവാക്യങ്ങൾ, തൂലികാ നാമങ്ങൾ, അതേപോലെ തന്നെ 8ഓളം പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മക്കളെ, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മണിക്കൂറോളം വരുന്ന വീഡിയോസാണ്. അപ്പോൾ ഞാനിത് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും, അതായത് അടുത്തുള്ള ഒരു എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ എന്താണ് അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കാൻ പറ്റുന്ന ലെവലിൽ SCRT നമ്മൾ നോക്കുന്നുണ്ട്, NCERT നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ റാങ്ക് ഫയൽസ്, ഇതെല്ലാം നോക്കി അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു നോട്ട്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചില കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക, ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു പോകണ നോട്ട്സിൽ ചില വേർഡ്സ് ഒന്നും നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ചിലതൊക്കെ അങ്ങനെ ആയി പോകുന്നത്. അതിലെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ജോലി എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ച എല്ലാ കളിയാക്കലുകളും കഷ്ടപ്പാടുകളും, അതേപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടി കൂടിയാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. നിസ്സാരം ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം വളരെ കോൺഫിഡൻസോട് കൂടി നമുക്കിത് വേണമെന്ന തീവ്രമായ ആഗ്രഹത്തോടു കൂടി തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉള്ള പഠനം ഉറപ്പായിട്ടും നിങ്ങളെ എന്തിലേക്ക് എത്തിക്കും, നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് വേണ്ടി കട്ട സപ്പോർട്ടായിട്ട് എന്ത് ഹെൽപ്പും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്ന ലെവലിൽ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നന്നായിട്ട് പഠിച്ചു പോവുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഭാഗങ്ങൾ, അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ഉള്ള ദിവസങ്ങളിൽ. നാളെ എന്തായാലും ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം, മോട്ടിവേഷൻ വേണമെങ്കിൽ ഒന്ന് അഭിപ്രായപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് ആളുകൾക്കൊന്നും മോട്ടിവേഷൻ വേണ്ട എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ ഇനിയും പഠനത്തിൻ്റെ അകത്ത് ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാളെ നമുക്കൊരു മോട്ടിവേഷൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. കാരണം അത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടും അതങ്ങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്, മറ്റ് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കൃത്യം 9 മണിക്ക് നമുക്ക് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.